ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് ഞാൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സിന് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ കമൻസ് ഒക്കെ നോക്കിയപ്പോൾ മിസ്സിന് മനസ്സിലായി ഒരുപാട് സ്റ്റുഡൻസ് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് മെസ്സേജ് പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ മെസ്സേജൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരുപാട് സന്തോഷം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചില സ്റ്റുഡൻസിന് പാസ്സാകാൻ സാധിക്കാതെ പോയവരുണ്ട്. അപ്പോൾ അവർ മിസ്സിന് അറിയാം അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാം. ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ ചിലപ്പോൾ ചീത്തയൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതെന്താ നീ തീരെ പഠിക്കാത്തതുകൊണ്ടല്ലേ ബാക്കി എല്ലാവരും പാസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചീത്തയൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പം നിങ്ങളുടെ ആ ഒരു അവസ്ഥ മിസ്സിന് അറിയാം. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പം സംസാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പരീക്ഷയിൽ ഫെയിലായി പോയി. പക്ഷേ അതിനർത്ഥം നമ്മൾ 8ാം ക്ലാസ്സിൽ തന്നെ ഇനി ഒരു വർഷം കൂടി ഇരിക്കണം എന്നൊന്നുമല്ല. ഗവൺമെൻറ് നമുക്കൊരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും 9ാം ക്ലാസ്സിലേക്ക് തന്നെ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഏതൊരു പ്രശ്നം വന്നാലും നിങ്ങൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് എന്തൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി നമ്മൾ ചെയ്തേണ്ടത്? കാരണം നമുക്ക് ഈ ഒരു കടം വന്നാലും നിങ്ങൾ എന്തായാലും 9ാം ക്ലാസ്സിലേക്ക് എന്തായാലും എത്തും. പക്ഷെ എന്നാലും നമ്മൾ വെറുതെ പോയതുകൊണ്ട് കാര്യമായില്ല. അതായത് നമുക്കിപ്പോൾ എപ്പോഴും മിസ് പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചാലാണ് നമുക്ക് 9ലും 10ലൊക്കെ നമുക്ക് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അവിടെയും വീണ്ടും നമ്മുടെ മാർക്ക് കുറഞ്ഞേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അറിവ് വേണം അല്ലേ, എന്നിട്ടാണ് നമ്മൾ 9ലേക്കും 10ലേക്കും എത്തണുള്ളൂ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിൽ നമ്മൾ ഫെയിലായി. ഇതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് 9ാം ക്ലാസ്സിൽ ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന് തെറ്റായിരിക്കില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടവരൊക്കെ ഉണ്ടാവും, എക്സാം എഴുതാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എങ്ങനെയാണെങ്കിലും 9ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ട് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം, അതായത് ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ SSLCയിൽ ഫുൾ A+ വാങ്ങിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച എല്ലാം നമുക്ക് നോക്കാനുണ്ട്. അതായത് ഇപ്പോൾ അവർക്ക് വീണ്ടും ക്ലാസ്സുകൾ വെക്കുകയാണ്, വീണ്ടും നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നെ വീണ്ടും ക്ലാസ്സുകൾ വെച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ. അതേപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പാസ്സാക്കി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല അന്തസ്സോടെ പാസ്സായിട്ട് വേണം നമ്മൾ അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ എടുക്കുക. നമ്മൾ പഠിച്ച് ജയിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ. ഇനി അടുത്ത 9ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായി കഴിഞ്ഞാലും നമ്മൾ നല്ല മാർക്ക് വാങ്ങി അങ്ങോട്ട് കാണിച്ച് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളത്. ആ ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒറ്റയ്ക്ക് വിടുമോ നമ്മളെ? ഒരിക്കലും ഇല്ല. നമ്മളെപ്പോഴും നമ്മളൊരു ഫാമിലിയാണെന്ന് മിസ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനായിട്ട് നമ്മളെപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കടമ്പ എങ്ങനെയാണ് മറികടക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മളിനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാനായിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതും പറഞ്ഞു തരാനായിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ പറഞ്ഞാൽ അത് കാര്യമായില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇവൻറ്റ് വെക്കുന്നുണ്ട്. ഇന്ന് രാത്രി കൃത്യം 7:30 ആയിരിക്കും. അപ്പോൾ മിസ്സും ദിൽഷാമിസ്സും ഉണ്ടായിരിക്കും. ആരും മിസ്സാക്കരുത്. നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് കൃത്യം 7:30 ഇവൻറ്റിന് എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് എന്തായാലും ഈ വരുന്ന എക്സാംസ്, നമുക്ക് ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ വരുന്ന എക്സാംസ്, ഏതൊക്കെ എക്സാംസ് ആണോ നിങ്ങൾ പരാജയപ്പെടില്ല അതിലെല്ലാം ജസ്റ്റ് പാസ് അല്ല, മാക്സിമം ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങണം. കുട്ടികൾ ഹിന്ദിയിലാണ് പരാജയപ്പെട്ടതെന്ന് അറിഞ്ഞപ്പോൾ ഷമീം സാറിന് വല്ലാതെ സങ്കടം തോന്നി. കാരണം അത്യാവശ്യം നല്ല നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു വന്നത്. പക്ഷേ അതുപോലെ എഴുതാൻ കഴിയാത്ത കുട്ടികളെ മെയിൻ കാരണം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സൊല്യൂഷനാണ് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് തരണം. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ ലൈവിൽ 7:30 ഇവന്റിൽ എല്ലാവരും വരാം. നമുക്ക് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം, എങ്ങനെ ഈ പരീക്ഷകളൊക്കെ നമുക്ക് മറികടക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്ന് കൃത്യം 7:30 തന്നെ വരാം.